ഇൻസ്റ്റഗ്രാമിൽ രമ്യ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോന്നെടുത്തു നോക്കവേ വിനോദിൻ്റെ നെഞ്ചെടുപ്പ് കൂടി. കുറേ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നു, അതും അടിപൊളി ഡ്രസ്സിൽ. സൗന്ദര്യങ്ങളെല്ലാം നല്ലപോലെ വ്യക്തം. പിന്നെ അടുത്ത പോസ്റ്റ് ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് വിനോദിന് വല്ലാതായി. ദിവാകർ രമ്യയോടൊത്ത് ഡാൻസ് ചെയ്യുന്നു, അതും കപ്പിൾ ഡാൻസ് പോലെ. വിനോദിനാണെങ്കിൽ അതൊക്കെ കണ്ട് ഒന്നിതായി. പെട്ടെന്നാണ് അത് ശ്രദ്ധിച്ചത്. ദിവാകറിൻ്റെ കൈ അവിടെ. അപ്പോൾ അടുത്ത് വടയും ദൃശ്യമാകുന്നു. അത് കണ്ടതും വിനോദിന് വല്ലാതായി. ദേഷ്യത്തിന് പുറമെ മറ്റെന്തൊക്കെയോ മനസ്സിലേക്ക് വന്നു. പിന്നെ വിനോദ് ആ വീഡിയോ വീണ്ടും വീണ്ടും കണ്ടു. പിന്നെ താഴെയുള്ള കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കി. വാവ്, അടിപൊളി, ആരാണിവൾ, നൈസ് കപ്പിൾ, നല്ല ഡാൻസ്, അവൻ്റെ ഭാഗ്യം. ഇങ്ങനെയുള്ള ഓരോ കമൻസ് അവൻ വായിച്ചു. എല്ലാം അവനെ വല്ലാതാക്കി. വിനോദിന് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പിന്നീട് ഒന്നും ആലോചിച്ചില്ല. 1000 ആൾക്കാരുടെ മുന്നിൽ വെച്ചുള്ള പരിപാടിയാണ്. രമ്യയും ദിവാകരും സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നു അവരുടെ മുന്നിൽ വെച്ച്. അപ്പോൾ അതൊക്കെ ഓർത്തപ്പോൾ വിനോദിൻ്റെ മനസ്സിൽ ആവേശം കയറി. അങ്ങനെ കുറച്ച് നിമിഷം കഴിഞ്ഞതും പെട്ടെന്നാണ് അവന് ബോധം വന്നത്. എന്താണിപ്പോൾ സംഭവിച്ചത്? പണ്ട് കണ്ടിട്ടുള്ള തുണ്ടുകളിലെ നായകൻ ഇപ്പോൾ സ്വയം താൻ തന്നെ ആവുകയാണോ? അതോർത്തപ്പോൾ വല്ലാത്ത കുറ്റബോധം വിനോദിന് തോന്നി. ദൈവമേ, താനപ്പോൾ അങ്ങനെയാണോ? അല്ല, ഒരിക്കലുമല്ല, അവൻ സ്വയം പറഞ്ഞു. രമ്യയെപ്പോലെ ഒരാളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് അവൻ തീരുമാനിച്ചു. രമ്യയെ ഒന്ന് വിളിക്കാനായി അവൻ ഫോൺ എടുത്തു. ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവന് വീണ്ടും ടെൻഷൻ പോലെ. അവളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതാണല്ലോ, ഇപ്പോൾ എവിടെയായിരിക്കും? എന്താണ് ഫോൺ എടുക്കാത്തത്? അല്ല, ഇനി ഒരു പക്ഷേ അവൾ ഇപ്പോഴും ദിവാകറിൻ്റെ കൂടെ തന്നെയാണോ? അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ജോലിയുടെയും പണിയുടെയും ക്ഷീണത്തിൽ അവൻ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ രമ്യ ഇന്നലെ നടന്നതെല്ലാം ഒരു നല്ല സ്വപ്നം പോലെ ഓർത്തു. അവൾ ഫോൺ ചാർജിലിട്ട് ഓണാക്കി. വാട്സപ്പിൽ കുറേ മെസ്സേജുകൾ. അതിൽ ഒരെണ്ണം അറിയാത്ത നമ്പർ. അവൾ അതെടുത്തു. ദിവാകറിൻ്റെ ഫോട്ടോയാണ്. അത് കണ്ടപ്പോൾ അവൾ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തു. ഹലോ രമ്യ, ദിവാകർ ഹിയർ. താങ്ക്സ് ഫോർ മേക്കിംഗ് ഇറ്റ് എ വണ്ടർഫുൾ നൈറ്റ്. ഇതായിരുന്നു മെസ്സേജ്. അവൻ്റെ വാക്കുകൾ അവളിൽ ഒരു ചെറിയ സന്തോഷമുണർത്തി. രമ്യയ്ക്ക് ഒരു നേർത്ത പുഞ്ചിരി വന്നു. അവൻ മെസ്സേജ് അയക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ മറുപടി കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. പൊതുവെ അറിയാത്ത ആളുകളോട് അവൾ സംസാരിക്കാറേയില്ല. അങ്ങനെ സൈഡിൽ ഉറങ്ങിക്കിടക്കുന്ന അശ്വതിയെ അവൾ തട്ടി വിളിച്ചു. അച്ചു, ദേ ദിവാകർ മെസ്സേജ് അയച്ചോട്ടോ, ഞാൻ എന്ത് ചെയ്യണം? ഉറക്കത്തിലായിരുന്ന അശ്വതി ദേഷ്യപ്പെട്ട് അലസതയോടെ പറഞ്ഞു. മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കൊടുക്കണം, അല്ലാതെ എന്ത് ചെയ്യാൻ? ശല്യപ്പെടുത്താതെ ഒന്ന് പോയേ. അങ്ങനെ രമ്യ ഒന്നുകൂടെ ആലോചിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. എന്ത് പറയും താൻ? അങ്ങനെ അവൾ ആലോചിച്ച് ടൈപ്പ് ചെയ്തു. ഹായ് ദിവാകർ, ഇതൊക്കെ ഞാനല്ലേ അങ്ങോട്ട് പറയേണ്ടത്? കോളേജിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും നല്ല പരിപാടി നടക്കുന്നത്. അത്രയും മെസ്സേജ് അയച്ചിട്ട് അവൾ ഫോൺ മാറ്റിവെച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് കോൾ വന്നു. അവൾ പ്രതീക്ഷിച്ചത് ദിവാകറിൻ്റെ കോളായിരിക്കുമെന്നാണ്. പക്ഷേ ഫോൺ എടുത്തപ്പോൾ വിനോദിൻ്റെ കോളായിരുന്നു. അപ്പോൾ അവളുടെ സന്തോഷം വലിയ തോതിൽ കുറഞ്ഞതുപോലെ ഒരു ഭാവം. എങ്കിലും അവൾ കോൾ എടുത്തു. പിന്നെ എന്നും സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിച്ചു. ഇന്നലെ രമ്യയുടെ പരിപാടി കാണാൻ വരാത്തതിൽ അവൾക്ക് പരിഭവമൊന്നുമില്ല എന്ന് വിനോദിന് മനസ്സിലായി. പിന്നെ ഫോട്ടോയിൽ കാണാൻ നല്ല സുന്ദരിയായിരുന്നു എന്നും അവന് അത് മിസ്സായി എന്നുള്ള സങ്കടവുമൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ സാരമില്ല എന്ന് മാത്രം പറഞ്ഞു. പിന്നെ ഇനി എന്നാ വരുന്നേ എന്ന് ചോദിച്ചപ്പോൾ അവൻ ഉടനെ ലീവില്ല എന്നും പറഞ്ഞു. അവൻ്റെ ഈ തിരക്ക് അവളെ കൂടുതൽ നിരാശയാക്കി. ഇന്നലെ നടന്ന കാര്യങ്ങൾ അവൾ പറയുമെന്ന് അവൻ വിചാരിച്ചു. പക്ഷെ അതിനെപ്പറ്റി
അവൾ ഒന്നും പറഞ്ഞില്ല. അവസാനം അവൻ തന്നെ ചോദിച്ചു, സ്റ്റേജിൽ ഡാൻസ് ചെയ്തു അല്ലേ? ഞാൻ വീഡിയോ കണ്ടായിരുന്നു. അത് കേട്ട് അവൾ ഒന്ന് ഞെട്ടി. എങ്കിലും ആ ഞെട്ടൽ മറച്ചു വെച്ച് അവൻ പറഞ്ഞു, ഓ, അത് ഒരു നിസ്സാര കാര്യമായിരുന്നു. ഞാൻ ആങ്കർ ചെയ്തപ്പോൾ ദിവാകർ എന്നെ ഡാൻസ് ചെയ്യാൻ വിളിച്ചു. അങ്ങനെ ഡാൻസ് ചെയ്തു, അത്ര തന്നെ. നിങ്ങൾ രണ്ടും ചേർന്ന് സ്റ്റെപ്പൊക്കെ ഇട്ടല്ലോ, അവൻ ശാന്തമായി പറഞ്ഞു. പക്ഷെ അവൻ്റെ ശബ്ദത്തിൽ ഒരു ചെറിയ ദേഷ്യം ഒളിഞ്ഞിരുന്നു. അത് ഒരു പെർഫോമൻസിൻ്റെ ഭാഗമായിരുന്നു വിനോദ്. വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച് കൂട്ടണ്ടാട്ടോ. രമ്യ ചിരിച്ചുകൊണ്ട് കാര്യം തള്ളി. ശരി ശരി, അവൻ പറഞ്ഞു. അവന് ദേഷ്യം വന്നെന്ന് തോന്നി. അത്രയും പറഞ്ഞ് അവൾ ആ സംസാരം അവസാനിപ്പിച്ചു. പരിപാടി കഴിഞ്ഞ് ദിവാകർ തന്നെ കാണാൻ വന്ന കാര്യമോ തൻ്റെ നമ്പർ വാങ്ങിയ കാര്യമോ അവൾ വിനോദിനോട് പറഞ്ഞില്ല. വിനോദ് വീണ്ടും വഴക്ക് പറയുമോ എന്ന് പേടിച്ചു അവൾ അത് മനഃപൂർവ്വം അവനോട് മറച്ചു വച്ചു. അന്ന് ഉച്ചയോടെയാണ് രമ്യക്ക് ദിവാകറിൻ്റെ റിപ്ലൈ കിട്ടിയത്. അവൾ ആകാംക്ഷയോടെ ഫോണെടുത്ത് നോക്കുമ്പോൾ ദിവാകറിൻ്റെ മെസ്സേജ് കണ്ടു. ഒരു ചിരിക്കുന്ന എമോജി, പിന്നെ മെസ്സേജും. എടോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കോളേജിൻ്റെ അല്ല, എൻ്റെ കാര്യമാണ്. യു മേഡ് മൈ നൈറ്റ് മെമ്മോറബിൾ രമ്യ. ആ മെസ്സേജ് വായിച്ചപ്പോൾ രമ്യയുടെ ഉള്ളിൽ എന്തോ ഒരു കൊള്ളിയാൻ മിന്നി. ഒരു നിമിഷം അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ദിവാകർ ഫ്ലേർട്ട് ചെയ്യുകയാണോ? എന്ത് മറുപടി കൊടുക്കണം, എന്ത് ചെയ്യണമെന്നോ അവൾക്ക് ഒരു പിടിയുമില്ലായിരുന്നു. അവളുടെ കവിളിൽ ഒരു നേർത്ത ചുവപ്പ് പടർന്നു. ഒരു നിമിഷം കണ്ണാടിയിൽ നോക്കി സ്വയം ഒന്ന് ചിരിച്ച ശേഷം അവൾ റിപ്ലൈ ടൈപ്പ് ചെയ്തു. രമ്യ ആദ്യം ചിരിക്കുന്ന എമോജി ഇട്ടു. പിന്നെ, നിങ്ങൾ പാടുന്നത് കേട്ടാൽ ആരുടെയും രാത്രി മനോഹരമാകും ദിവാകർ. മറുപടി അയച്ചതിനു ശേഷം രമ്യയ്ക്ക് ചെറിയൊരു ചിരി വന്നു. അവൾ ഒരു തമാശ കലർത്തി മറുപടി അയച്ചതാണ്. അധികം വൈകാതെ ദിവാകറിൻ്റെ മറുപടി എത്തി. ദിവാകർ, സത്യം പറയാലോ രമ്യ, ഒരു പാട്ടുകാരൻ എന്നതിലുപരി ഒരു സാധാരണക്കാരനായ ദിവാകരാണിത് പറയുന്നത്. ഇത്രയും ലൊക്കം, പിന്നെ നല്ല കോൺഫിഡൻറ്റുമായിട്ടുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിക്കും എനിക്കിഷ്ടപ്പെട്ടു. കണ്ടത് ഇന്നലെയാണെങ്കിലും തൻ്റെ ആ രൂപം എൻ്റെ മനസ്സിൽ നിന്നും വിട്ടുപോകുന്നില്ല. ഈ പാട്ടുകാരൻ എന്തായാലും സത്യം മാത്രമേ പറയൂ. ഈ മെസ്സേജ് കണ്ടപ്പോൾ രമ്യ ശരിക്കും അമ്പരന്നു. അവൻ ഇത്രയും തുറന്നു പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവൻ്റെ കോൺഫിഡൻസും തുറന്നുള്ള സംസാരവും അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അവൾ റിപ്ലൈ ഒന്നും അയച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ദിവാകറിൻ്റെ മെസ്സേജ് വീണ്ടും വന്നു. ദിവാകർ, രമ്യ പാട്ട് പഠിച്ചിട്ടുണ്ടോ? രമ്യ ചിരിക്കുന്ന എമോജി ഇട്ടു. ഹാ, പഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം മുന്നേ 2 വർഷം പഠിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പാടാറില്ല. ദിവാകർ, ആണോ ശരിക്കും? രമ്യ നന്നായി പാടുമായിരിക്കുമല്ലേ? രമ്യ, ഇല്ല, ഞാൻ പാടാറില്ല. ദിവാകർ, രമ്യ പാടാറുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ബാൻഡിൽ ചേർന്നോടെ, ഒരുമിച്ച് പാടാമല്ലോ. രമ്യ, അയ്യോ, ബാൻഡിലോ? എനിക്കിതൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ദിവാകർ, അതിപ്പോൾ അങ്ങനെ പറയില്ലേ രമ്യ. കഴിവുണ്ടായിട്ടും ഉപയോഗിക്കാതെ വെക്കുന്നത് ശരിയല്ലല്ലോ. രമ്യ, അത് ശരിയാണ്. പക്ഷേ എനിക്കിപ്പോൾ അതിനൊരു ധൈര്യമില്ല. ദിവാകർ, ഓക്കെ, സാരമില്ല രമ്യ, ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ പാട്ടുകാരെ ഇഷ്ടമാണോ? അത് കേട്ട് അവൾ ചിരിച്ചു. പാട്ടുകാരെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷെ അവൾ റിപ്ലൈ ഇങ്ങനെയാണ് അയച്ചത്. രമ്യ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു എമോജി മാത്രം അവൻ റിപ്ലൈ അയച്ചു. അവളും ചാറ്റ് നടത്തി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് സംഭാഷണങ്ങൾ തുടർന്നു. രാത്രിയുടെ നിശബ്ദതയിൽ അവരുടെ ചാറ്റുകൾ സജീവമായി. സംഗീതത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചുമൊക്കെ അവർ സംസാരിച്ചു. വിനോദമായി സംസാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരിത് ദിവാകരുമായുള്ള സംഭാഷണങ്ങൾക്കുണ്ടെന്ന് രമ്യ പതിയെ തിരിച്ചറിഞ്ഞു. ദിവാകറിൻ്റെ വാക്കുകളിൽ ഒരു തരം മാസ്മരികതയുണ്ടായിരുന്നു. പാട്ടും യാത്രകളും പാർട്ടികളുമൊക്കെയായി തിളങ്ങുന്ന
അവൻ്റെ ജീവിതം രമ്യയെ ആകർഷിച്ചു. സ്വന്തം രൂപത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ രമ്യയ്ക്ക് ഇതുവരെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉള്ളാണ് പ്രധാനം, പുറമോടിക്ക് എന്ത് കാര്യം എന്ന ചിന്താഗതിക്കാരിയായിരുന്നു അവൾ. എന്നാൽ ദിവാകരുമായി അടുത്തിടപഴകാൻ തുടങ്ങിയതോടെ ഈ ചിന്താഗതിക്ക് മാറ്റം വന്നു. ദിവാകർ ചിലപ്പോഴൊക്കെ അവിചാരിതമായി അവളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ തുടങ്ങി. രമ്യയ്ക്ക് ഈ നിറം നല്ല മാച്ചായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡ്രസ്സ് രമ്യ ഇട്ട് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾക്ക് പുതിയ ആശയങ്ങൾ ലഭിച്ചു. അവൻ്റെ വസ്ത്രധാരണ രീതി, അവൻ്റെ ഹെയർ സ്റ്റൈൽ എല്ലാം അവളും ശ്രദ്ധിച്ചു തുടങ്ങി. ഇൻസ്റ്റഗ്രാമിൽ അവൾ കൂടുതൽ സജീവമായി. ദിവാകറിൻ്റെ നിർദ്ദേശങ്ങൾ അവളുടെ വാർഡ്രോബിൽ മാറ്റങ്ങൾ വരുത്തി. ഇതുവരെ നിറഞ്ഞു നിന്നിരുന്ന ചുരിദാറുകൾ, പഴയ ജീൻസ്, ടീഷർട്ട് ഇതൊക്കെ അപ്രത്യക്ഷമായി. അതിന് പകരം പുതിയ നിറങ്ങളിലുള്ള കൂടുതൽ ആകർഷകമായ വസ്ത്രങ്ങൾ സ്ഥാനം പിടിച്ചു. മുടി കെട്ടുന്നതിലും മേക്കപ്പ് ചെയ്യുന്നതിലുമെല്ലാം അവൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. കണ്ണാടിയിൽ നോക്കി സ്വയം അണിഞ്ഞൊരുങ്ങുമ്പോൾ അവൾക്ക് പുതിയൊരു ആത്മവിശ്വാസം തോന്നി. ദിവാകർ ഇഷ്ടപ്പെടുന്ന രീതിയിലാകാൻ അവൾ കൊതിച്ചു. അവൻ്റെ മുന്നിൽ ഏറ്റവും ഭംഗിയായി എത്താൻ അവൾ ആഗ്രഹിച്ചു. ഓരോ ദിവസവും ദിവാകറിൻ്റെ മെസ്സേജുകൾക്കായി അവൾ കാത്തിരുന്നു. അവൻ്റെ ഓരോ വാക്കും അവൾക്ക് സന്തോഷം നൽകി. ഈ മാറ്റങ്ങൾ എവിടെ എത്തുമെന്ന് അവൾക്കറിയില്ലായിരുന്നുവെങ്കിലും ഈ പുതിയ സന്തോഷത്തിൽ അവൾ മതിമറന്നു. അവളുടെ ജീവിതം ഒരു പുതിയ താളത്തിലേക്ക് മാറിയിരുന്നു. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും രമ്യയുടെ മനസ്സിൽ ഒരു കല്ലുകടിയുണ്ടായിരുന്നു. അവൾ വിനോദമായി ഒരു ബന്ധത്തിലായിരുന്നു. അവൻ നല്ലൊരു വ്യക്തിയായിരുന്നു, രമ്യയെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ദിവാകരുമായി സംസാരിക്കുമ്പോൾ അവൾക്ക് കിട്ടുന്ന സന്തോഷം, അവൻ്റെ ഓരോ വാക്കിലും അവൾ അനുഭവിക്കുന്ന ആവേശം, ഇതൊന്നും വിനോദമായുള്ള ബന്ധത്തിൽ അവൾക്ക് ലഭിച്ചിരുന്നില്ല. ദിവാകറിൻ്റെ സാമീപ്യം അവളെ കൂടുതൽ ആകർഷിച്ചു. വിനോദിനോടുള്ള അവളുടെ സ്നേഹം പതിയെ ഒരു മരവിപ്പിലേക്ക് വഴുതി വീഴുകയായിരുന്നു. എങ്കിലും ആ ബന്ധം അവസാനിപ്പിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. ഒരേ സമയം രണ്ട് വള്ളങ്ങളിൽ കാൽ വച്ച് യാത്ര ചെയ്യുന്ന ഒരാളുടെ മാനസിക സംഘർഷം രമ്യ അനുഭവിച്ചു. ഇതേ സമയം നവാസും സുമേഷും ദിവാകറിൻ്റെ ഈ നീക്കങ്ങൾ വീക്ഷിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ പല കാമുകിമാരെ പോലെ അവൻ എങ്ങനെയെങ്കിലും രമ്യയും അവൻ്റെ വരുതിയിലെത്തിക്കും എന്ന് അവർക്കറിയാമായിരുന്നു. ദിവാകർ കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസരം ഒരു ദിവസം വരുമെന്നറിയാവുന്ന അവർ ക്ഷമയോടെ കാത്തിരുന്നു. അങ്ങനെ മുൻപും പലരും ഇവരുടെ കെണിയിൽ പെട്ടിട്ടുണ്ട്.